ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SIT പരിശോധന. കാരേറ്റുള്ള കുടുംബ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? വീട്ടിൽ നിന്ന് SIT ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കണ്ടെത്താൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വർണ്ണക്കൊള്ള കേസിൽ തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ചോദ്യം ചെയ്തതിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പുളിമാത്തുള്ള വീട്ടിലെത്തി, ഇയാളുടെ കുടുംബ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ഇവിടെ നിന്നും ചില രേഖകളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ ഗൂഢാലോചന, അതിന്റെ ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം ഈ വീട് കേന്ദ്രീകരിച്ചുമൊക്കെ ചില രേഖകളൊക്കെ ഉൾപ്പെടെ കണ്ടെത്താനുണ്ടെന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പരിശോധന തുടരുകയാണ്. 1.5 മണിക്കൂറായി ഈ പരിശോധന നടക്കുകയും ചെയ്യുകയാണ്. ഈ പരിശോധന പൂർത്തിയാകുന്നതനുസരിച്ച് ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൂടി ഈ വീട്ടിലെത്തിച്ച് പരിശോധന നടത്താനുള്ള, അവിടെ എത്തിച്ച് തെളിവെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണ്ടി വരുന്നുണ്ട്. കാരണം ഈ പരിശോധനകൾ എത്ര സമയം നീണ്ടു നിൽക്കും എന്നതനുസരിച്ചിരിക്കും അതിന്റെ ബാക്കിയുള്ള തുടർ നടപടികൾ. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ. അതിൽ നിന്നാണ് ചില വിവരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തുടർ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അതിൽ പ്രധാനമായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയാണ്. മുരാരി ബാബുവിനെ ഉൾപ്പെടെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റുള്ള ആളുകളിലേക്ക് അന്വേഷണം പോവുക, ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്യുക.